ഏപ്രിൽ മാസം വന്നെത്തുമ്പോൾ ഈസ്റ്റർ മുട്ടകളും പെസഹ അപ്പവും കണിക്കൊന്നയുമെല്ലാം മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഈസ്റ്ററിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയും വിഷുവിന്റെ സമൃദ്ധിയും ഒത്തുചേരുന്ന ഈ കാലം മലയാളികളുടെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ നൽകിയിരുന്നു. കണിക്കൊന്നയുടെ മഞ്ഞപ്പൂക്കൾ നാടിനെ മുഴുവൻ സ്വർണ്ണവർണ്ണത്തിൽ പൊതിയുന്നു. കൂടാതെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരുന്ന ഒരു ആഘോഷ വേളകളും കൂടിയാണിത്. ഈ കൊല്ലത്തെ ഈസ്റ്റർ വിഷു ആഘോഷങ്ങളെ കേരളം എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് നോക്കാം. കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചകൾ. കൊച്ചി നഗരം ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ്. ആഘോഷവേളകളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കൊച്ചിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഫ്ലവേഴ്സിൻ്റെ വിഷുവിൻ്റെ ടോട്ടലി സെയില് നല്ല സെയിലാണ്, കുഴപ്പമില്ല. ഇങ്ങനെ വിടർത്തി ഇങ്ങനെ ലൈനാക്കി വീടിൻ്റെ മുകളിൽ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി. നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഓരോ ഷോപ്പുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് നന്നായി പോകുന്ന റേറ്റാണ്. കൊറോണയ്ക്ക് ശേഷം ഭയങ്കര കച്ചവടം കുറവാണ്. അതിനു മുമ്പേയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പം ലുലു മാളും മറ്റേത് അതും ഇതൊക്കെ വന്നുകൊണ്ട് ഇവിടെ മാർക്കറ്റിൽ സെയിൽ കുറവാണ്. പണ്ടൊക്കെ എന്ന് പറയുന്നത് കൊറോണയ്ക്ക് മുമ്പ് ഒരു 2 ദിവസം മുന്നേ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയും മറ്റുള്ള നല്ല കച്ചവടവും, അന്ന് തന്നെ ഏതാണ്ട് ചോറ് കഴിക്കാൻ പോലും സമയം കിട്ടാത്ത ഒരു കച്ചവടമായിരുന്നു അന്നൊക്കെ. നല്ല സെയിലായിരുന്നു, നല്ല കച്ചവടമായിരുന്നു. ആ പഴയ കച്ചവടം ഇനി ഈ ജന്മത്ത് വരത്തില്ല. ഇനി അങ്ങോട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. കൊറോണയ്ക്ക് ശേഷം ജനങ്ങളിൽ പൈസ ഇല്ല, അതാണ് മെയിൻ. ആഘോഷങ്ങൾ എല്ലാവരും ഇപ്പോൾ കുറയ്ക്കുകയാണ്. ജനങ്ങളെല്ലാം ആഘോഷങ്ങൾ കുറയ്ക്കുകയാണ്. അതിനുള്ള വരുമാനം ഇപ്പോൾ ഇല്ല. അതനുസരിച്ച് നമുക്ക് ഇവിടെയും ഫ്രൂട്ട്സിനല്ല എല്ലാത്തിനും സെയിൽ കുറവാണ്. കൊറോണയ്ക്ക് ശേഷമുള്ള ആഘോഷവേളകളിലെ കച്ചവടങ്ങൾ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് തീരെ കുറവാണ് എന്നാണ് കച്ചവടക്കാരുടെ അഭിപ്രായം. ഓൺലൈൻ ഷോപ്പിംഗിന്റെ വർധനവ് ഇതിന് ഒരു കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. വിഷുവിന് കണിവെള്ളരിക്ക, കണിച്ചക്ക, അതുപോലെ കണി കാണുന്ന കൂടുതൽ സാധനങ്ങൾ, നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ് ആണെങ്കിലും. ഞങ്ങൾക്ക് പച്ചക്കറി കടയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ കണിച്ചക്ക, പിന്നെ കണിവെള്ളരിക്ക, അങ്ങനെയുള്ള ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പച്ചക്കറികളൊക്കെ വളരെ കുറച്ച് മാത്രമേ വാങ്ങിക്കുള്ളൂ. വിഷു ഈസ്റ്റർ സമയത്ത് മുൻകാലങ്ങളിലുള്ള അത്തരം കച്ചവടം ഇപ്പോൾ ഇവിടെ ഇല്ല. ഓൺലൈനൊക്കെ ഉള്ളതിൻ്റെ പേരിലായിരിക്കണം. പിന്നെ അതിനല്ല മുമ്പൊക്കെ ഞാനിവിടെ കച്ചവടം തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ അതൊക്കെ കണ്ടമാനമുണ്ട്. 10-40 സൂപ്പർ മാർക്കറ്റുകളൊക്കെ എറണാകുളം ചുറ്റുവട്ടത്തുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ എല്ലാവരും അല്പം കുറച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ മുമ്പൊക്കെ ഒരു 7-8 ദിവസമൊക്കെ ഞങ്ങൾക്ക് നിരന്തരം കച്ചവടം ഉണ്ടാവുന്നതാണ് ഈ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ടൊക്കെ ചുരുങ്ങിയേക്കണത്, 2-3 ദിവസം കൊണ്ടൊക്കെ ചുരുങ്ങിയേക്കണം. വിഷുവായിട്ട് ഒരു കച്ചവടമില്ല. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ജനങ്ങൾ കണ്ണെന്നിട്ട് കാത്തിരിക്കുന്ന അവസ്ഥയാണ് എറണാകുളം മാർക്കറ്റിൻ്റെ അവസ്ഥ. ജനങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നില്ല. ഓൺലൈനിൽ സാധനം കിട്ടുന്നുണ്ടല്ലോ. ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീടുകളിൽ എത്തണുണ്ട്. ഓൺലൈൻ കച്ചവടമുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിനെ ഇപ്പോൾ ആശ്രയിക്കേണ്ട ഗതികേടില്ല ജനങ്ങൾക്ക്. പണ്ടൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു, നല്ല ഇതായിരുന്നു. കൊറോണ വന്നേ പിന്നെ ഇനി കച്ചവടമൊക്കെ പോയി. അതേസമയം ഈസ്റ്റർ വിപണിയും ചൂടുപിടിക്കുകയാണ്. ഈസ്റ്റർ സ്പെഷ്യൽ കേക്കുകളും പെസഹ അപ്പവും ഈസ്റ്റർ ബണ്ണുകൾ ഒക്കെയും പ്രീ ബുക്കിംഗ് ഓർഡറുകൾ അനുസരിച്ച് തയ്യാറാക്കപ്പെടുന്നു. ഈസ്റ്റർ പറയുകയാണെങ്കിൽ കൂടുതലും നമ്മൾ കസ്റ്റമൈസ് കേക്കുകളാണ് ചെയ്തു കൊടുക്കുന്നത്. കൂടാതെ പിന്നെ ഈസ്റ്റർ എഗ്സ് ആയിരിക്കും കൂടുതലും നമ്മൾ ആവശ്യത്തിനുള്ള അവൈലബിൾ ആയിരിക്കും. ഈസ്റ്റർ പ്രത്യേകിച്ച് അങ്ങനെ ബർത്ത്ഡേ കേക്ക് പോലെ അല്ലല്ലോ, എല്ലാ കേക്കുകൾക്കും കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഈസ്റ്ററിന് എപ്പോഴും നമുക്ക് എല്ലാ വർഷവും വർഷങ്ങളായിട്ടുള്ള പ്രീ ബുക്കിംഗ് ഉണ്ടാവാറുണ്ട്. പിന്നെ കസ്റ്റമൈസ് ഓർഡറുമാണ് ഉണ്ടാവുക. ആഘോഷ സീസണുകളിൽ പഴയ കാലങ്ങളിലെ പോലെ ജനത്തിരക്കുകളോ കച്ചവടമോ കാണുന്നില്ല. എങ്കിലും ഈസ്റ്റർ വിഷു വിപണി ചൂടുപിടിക്കുകയാണ്. ക്യാമറമാൻ ഫെബിക്കൊപ്പം കാർത്തിക രവീന്ദ്രൻ.